ഇലക്ട്രിക് ബസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബസ്സിലേക്കൊക്കെ മാറിപ്പോയേ പറ്റുള്ളൂ. അത് അതിന് വേറെ ചോയ്സ് ഒന്നുമില്ല. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡീസൽ ബസ് എന്തായാലും ഓടിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ ഇലക്ട്രിക് ബസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടി ചീപ്പറായിട്ട് കുറച്ച് ഹൈഡ്രജൻ ബസ്സുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളത്തിലോടുന്ന, വെള്ളം വിശ്ലേഷണം ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കി ഹൈഡ്രജൻ കത്തിച്ച് ഓടുന്ന ബസ്സുകളൊക്കെ ഈ ഒന്ന് ടൊയോട്ട ഇങ്ങനെ കാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സോ നമുക്ക് അതിലേക്ക് പ്രോഗ്രസ് ആയിട്ട് പോയേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ട് അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞത് എനിക്ക് അത് ആ പ്രൈസിങ്ങിന്റെ വ്യത്യാസമായിരിക്കും. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ പ്രൈസിങ് ചെറുതായിട്ട് മാറ്റേണ്ടി വരും. അതായത് എത്ര ഡിസ്റ്റൻസ് ആണെങ്കിലും 10 രൂപ എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു മാക്സിമം ഡിസ്റ്റൻസിന് മറ്റ് സാധാരണ ബസ്സിനേക്കാൾ അല്പം കുറവ് ചെയ്ത് ഇപ്പൊ 25 രൂപയാണ് സാധാരണ ബസ്സിനെങ്കിൽ, അതർ ഓർഡിനറി ബസ്സിനെങ്കിൽ ഇതിന് ഒരു 20 രൂപ വെച്ചിട്ട് ഹാഫ് പ്രൈസ്, അതായത് 10 രൂപയും 20 രൂപയും 2 റേറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ബസ്സുകൾക്കും നല്ല കളക്ഷൻ ഉണ്ടാകും, പൈസ കൂടും, വളരെ ഇപ്പോഴത്തെ ഇരട്ടി പൈസ കിട്ടും. അതേസമയം യാത്രക്കാരെ അത്രയധികം ഉപദ്രവിക്കില്ല. കാരണം 10 രൂപയ്ക്ക് പോകേണ്ടവർക്ക് നല്ലൊരു ഭാഗം പേർക്ക് ആ 10 രൂപയ്ക്ക് പോകാനും പറ്റും. ഫുൾ ഡിസ്റ്റൻസിന് മാത്രമായിട്ട് 20 റുപ്പീസ് ഒക്കെ ആക്കുന്ന വിധത്തിൽ അതിന്റെ പ്രൈസിങ് ഒന്ന് കൂടി അവലോകനം ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. അല്ല, പക്ഷെ അങ്ങനെ ഒരു അമെന്റ്മെന്റ് ഇനി സാധ്യമായിരിക്കുമോ? അത് കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്ഷേമ പദ്ധതി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഘടകമല്ലേ? മാത്രമല്ല ഈ തുകയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് തന്നെ ലാഭത്തിലാണ് ഇപ്പോൾ പോകുന്നത് എങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ആ ലാഭം കണക്കാക്കുന്നതൊക്കെ എനിക്ക് അറിയില്ല കൃത്യമായിട്ടാണ്. അതായത് നമ്മൾ 1 കോടി രൂപയുടെ ബസ്സാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, അതിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ ആ കാര്യങ്ങളെല്ലാം കൂടി അത് ഡെമറേജിന്റെ എല്ലാം കൂടി കണക്കാക്കിയിട്ടാണോ അത് തയ്യാറാക്കിയിരിക്കണമെന്ന് എനിക്കറിയില്ല. അതോ വെറും ബുക്കിംഗ് കോസ്റ്റിൽ മാത്രം എടുത്തിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് ഒരു ഡീപ് സ്റ്റഡി നടത്തിയിട്ടാണോ ഇത് ലാഭം കാണിക്കുന്നതെന്നും മനസ്സിലായാൽ മാത്രമേ അതേപ്പറ്റി പറയാൻ പറ്റുള്ളൂ. നമുക്ക് എടുക്കുമ്പോൾ നമ്മളൊക്കെ ആ വണ്ടി വാങ്ങിയതിന്റെ ഇൻട്രസ്റ്റും അതിന്റെ കോസ്റ്റ് എല്ലാം കൂടി കവർ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രൈസിങ് നടത്തിയാലേ ഒരു വണ്ടി ലാഭകരമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ തന്നെ അത് വെച്ചിട്ട് ഇലക്ട്രിക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടികൾ. അതെന്താണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ സെൻകുമാർ, നമുക്ക് ഈ കിഫ്ബി വഴിയും സ്മാർട്ട് സിറ്റി പദ്ധതികൾ വഴിയുമാണ് വാഹനം കിട്ടിയിരിക്കുന്നത്. അതിൽ കിഫ്ബിയിൽ 50 വണ്ടികൾക്ക് മാത്രമാണ് നമുക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്നത്, മറ്റുള്ളത് ഫണ്ടാണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് EMI അടക്കമുള്ള കാര്യങ്ങൾ ബാധിക്കാതെ പോകുന്നത്. ഇനിയും നമുക്ക് കിട്ടാനിരിക്കുന്ന വാഹനങ്ങളും എന്ന് പറയുന്നത് PM ഇ-സേവ വഴിയും സ്മാർട്ട് സിറ്റി പദ്ധതികൾ വഴിയും ഒക്കെയാണ്. അപ്പോൾ നമുക്കിതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. അല്ല, നോക്കണം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറവാണെങ്കിലും നമുക്ക് ടോട്ടൽ, അതായത് ഒരു പൊതുമുതൽ എന്ന നിലയ്ക്ക് എവിടെന്നെങ്കിലും ആ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അപ്പൊ ആ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പെർ മന്ത് അല്ലെങ്കിൽ പെർ ഇയർ വരുന്ന ഇൻട്രസ്റ്റ് അതുകൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഒരു കോസ്റ്റായിട്ട് കണക്കാക്കിയിട്ട് ആ വിധത്തിലായിരിക്കണം ഇതിന്റെ കോസ്റ്റിംഗ് വരേണ്ടത്. അങ്ങനെ ഒരു കോസ്റ്റിംഗ് എടുത്തിട്ട് ഇപ്പോഴേ തന്നെ ലാഭത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ ഇലക്ട്രിക് ബസ് എന്തായാലും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഇലക്ട്രിക് ബസ്സുകൾ പൊല്യൂഷൻ ഇല്ലാതാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് മിക്കവാറും തെർമൽ പവർ പ്ലാന്റിലായിരിക്കാം. പക്ഷെ അല്ലാതെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും സോളാർ പവറൊക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ള ചാർജിങ് സ്റ്റേഷൻസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ക്ലൈമറ്റ് ചേഞ്ചിന് അനുകൂലം, അത് മാറാതിരിക്കാനുള്ള അനുകൂലമായിട്ടുള്ളൊരു നടപടിയാണ്. നമുക്ക് നിർത്തിവെക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല പ്രോഗ്രസീവായിട്ട് വരുന്നത്. അതായത് ഇലക്ട്രിക് ബസ്സുകളും ഹൈഡ്രജൻ ബസ്സുകളും ഒക്കെ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കൂടുതലായിട്ട് അത് മാറ്റി കംപ്ലീറ്റ് ബസ്സുകളും അതിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടം വരണം.